ായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് 3 ദിവസമായി. എനിക്ക് വിശ്വാസമില്ലായിരുന്നു ഇവിടെ വരുന്നതിന്. എനിക്കറിയാവുന്ന ഒരാൾ ഇവിടെ വന്ന് പോയി സുഖമായെന്ന് എൻ്റെ മകള് പറഞ്ഞ്, അങ്ങനെ എൻ്റെ മകളുടെ പ്രേരണ കൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്ന് അതെ, അങ്ങനെ അയാളിപ്പം മദ്യപിക്കത്തില്ല. അവിടെ ചെന്ന് വളരെ സ്വസ്ഥരായ അതെൻ്റെ മകൾ കണ്ടിട്ടാണ് എന്നെ ഇങ്ങോട്ട് അയക്കാനുള്ള ഒരു ഇതുണ്ടായത്. അങ്ങനെ ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ ഞായറാഴ്ച മുതൽ ഇവിടെ വരുന്നതിൻ്റെ അന്ന് മുതൽ ഞാൻ മദ്യപിക്കത്തില്ല. എൻ്റെ തലേന്ന് ഞാൻ മദ്യപിക്കുന്നവരാണ്. ഇവിടെ വന്ന് 2 ദിവസം ചെല്ലുമ്പോൾ അറിഞ്ഞൊരു കാര്യം 1 വർഷം കഴിയുമ്പോൾ ഇവിടെ വന്നു. എനിക്കിവിടെ വന്ന് ഇനി എൻ്റെ അനുഭവങ്ങൾ കണ്ടപ്പം എനിക്ക് ഇതിൽ നിന്ന് ഒഴിയണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ എൻ്റെ മനസ്സിന് ഒരു സുഖം കിട്ടി. നടുവേദനയായിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്ക് വണ്ടിയെപ്പോലും കയറാമല്ലായിരുന്നു. 2 ദിവസത്തെ ധ്യാനത്തിന് ശേഷം എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. എൻ്റെ പേര് ജെസ്സി. ഞാൻ ചെമ്പകുളം ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് കൈക്ക് ഭയങ്കര മരവിലായിരുന്നു. വേണ്ടോ കയ്യിൽ ഇങ്ങനെ മയക്കി പിടിച്ചാലും കുറച്ച് കഴിയുമ്പോൾ മരവിലാണ്. ഇന്നലെ സിസ്റ്റർ തൈലം പൂശി പ്രാർത്ഥിച്ച് ഞാനിത് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് തൊട്ട് മരവിൽ മാറി. ഒരു കുഴപ്പമില്ല. അത് പൂർണ്ണമായി എനിക്ക് വേറെ കല്ലിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അത് തൈലം പൂശുമ്പോൾ സിസ്റ്ററോട് ഞാൻ പറഞ്ഞായിരുന്നു. എന്നെ ഒത്തിരി ഒരുപാട് പശുക്കാരനോട് കാണുന്നുണ്ട്. അതുപോലെ എൻ്റെ സഹോദരങ്ങൾ 26 വർഷം എൻ്റെ ജീവിതത്തിൽ ഭയങ്കര മധ്യാഹ്നമാണ്. കഴിഞ്ഞ വർഷം ഈ ഫെബ്രുവരി മാസം ഇവിടെ വന്ന് അച്ഛൻ സാംസസിനൊക്കെ ഉള്ളപ്പോൾ ധ്യാനത്തിന് എൻ്റെ ജീവിത പങ്കാളി ഞങ്ങളുടെ ഇടവയിൽ 13 പേരുകളും വന്നു. ഇപ്പോഴും വന്നിട്ടുണ്ട് 10 പേരുടെ വിചാരിച്ചത് എല്ലാവരും വരുന്നുണ്ട്. ഒത്തിരി പേര് മനസ്സന്തത്തിൽ കൊണ്ടുവരുന്നുണ്ട്. എൻ്റെ ഈശോ അനുഗ്രഹിച്ച് കഴിച്ചാലും അത് അന്നേരം തന്നെ ദഹിച്ച് തരിക. ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അടുത്ത് എന്തെങ്കിലും കഴിക്കണം. അത് കഴിഞ്ഞ ഒരു 3 മാസം കൊണ്ട് കൂടി 10,000 രൂപ ചിലവാക്കിയിട്ടും എൻഡോസ്കോപ്പിയൊക്കെ ചെയ്തിട്ട് അതൊന്നും കണ്ടില്ല. ഇങ്ങോട്ട് പോരാൻ നേരം ഞാൻ വിചാരിച്ചു ഞാൻ ബാഗിനൊക്കെ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് അടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അതെനിക്ക് സമയം പോയിട്ട് മേടിക്കാൻ പറ്റില്ല. ദിവസം എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ ശുശ്രൂഷയോട് ചോദിക്കാൻ എന്തെങ്കിലും ബിസ്ക്കറ്റോ പഴമോ വല്ല കിട്ടുമോ അടുത്ത് കഴിക്കാൻ. അങ്ങനെ ഞാൻ സിസ്റ്ററോട് പറഞ്ഞ് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് സിസ്റ്റർ അനുസരിച്ച് അച്ഛൻ പറഞ്ഞു അത് വാങ്ങിച്ച് കഴിക്ക് സിസ്റ്റർ കുറച്ച് കുടിക്കാൻ പറഞ്ഞു. എനിക്ക് സൗഖ്യമാണ്, ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് തുടങ്ങി ഇന്ന് വരെ എനിക്ക് വരുന്ന യാതൊരു പ്രശ്നവും. നാളുകളായി എൻ്റെ വയറ്റിനകത്ത് വേദനയായിട്ട് ഒരു 14 വർഷത്തിന് കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ അത് വളരെ കഴിഞ്ഞ രാത്രിയിൽ ഒരു 3:30 മണിയായപ്പോൾ എനിക്ക് ഞാൻ ഉണർന്നിരിക്കുക എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഏതോ ഒരു മാറ്റം എനിക്ക് സംഭവിച്ച പോലെ എനിക്ക് തോന്നി. ആ വയറ്റിൻ്റെ അസ്വസ്ഥതയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതിൻ്റെ വായിക്കാത്ത വൃണ്ണങ്ങളുണ്ടായിരുന്നു, അതിന് മാറ്റം വന്നിട്ടുണ്ട്. റോസമ്മ, ഞാൻ വാഴപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ധ്യാനിക്കാൻ വന്നപ്പോൾ നീക്കാപ്പിട്ടുകൊണ്ടാണ് വന്നത്. 2 ദിവസം വിട്ടു. അത് കഴിഞ്ഞ് 3-ാം ദിവസം മുതൽ ഞാൻ എനിക്ക് മുട്ടുമുക്കിന് വിഷമമില്ല. മുട്ടുകുത്തി പ്രാർത്ഥിക്കാനും കുരിശിൻ്റെ വഴി ചെല്ലാനൊക്കെ സാധിച്ചു. വീട്ടിൽ വെച്ച് മുട്ടുകുത്തുവാണോ? ഇല്ല, ഒരു രഹസ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് നേരത്തെ സാക്ഷ്യമുണ്ട്. ഞാൻ എൻ്റെ മോൾ എഞ്ചിനീയറിംഗ് 4th ഇയർ ആണ്. അവൾ +2 കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഇവിടെ ധ്യാനിക്കാൻ വന്നത് ബെന്നിയച്ഛൻ്റെ ധ്യാനം കൂടി. അപ്പം ലോൺ എടുത്തുള്ള പഠിപ്പിക്കാനുള്ള പ്ലാനായിരുന്നു. ലോൺ എടുത്ത അഡ്മിഷനൊക്കെ എല്ലാം വാങ്ങിച്ചിട്ട് ധ്യാനിക്കാൻ വന്നത്. അവിടെ വന്നു ധ്യാനത്തിനിടയ്ക്ക് അച്ഛൻ പറഞ്ഞു 2 പേർക്ക് പ്രൊഫഷണൽ കോഴ്സിന് സാമ്പത്തിക സഹായം കിട്ടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ക്ലാസ്സൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് അറിഞ്ഞു അവിടെ ഇങ്ങനെ ഫീസ് ആനുകൂല്യം കൊടുക്കുന്നുണ്ട് പഠിക്കുന്ന പിള്ളേർക്ക്. അങ്ങനെ ചെന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പം അവിടെ പറഞ്ഞു അത് BPL ആൾക്കാർക്കുള്ളൂ. എന്നിട്ട് പറഞ്ഞു അപേക്ഷ കൊടുത്തേക്ക് കയറി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊടുത്തു. അതിനകത്തത് അവരനുഗ്രഹം ദൈവം തന്നു. വീട്ടിൽ ഭയങ്കര വിഷമമായിരുന്നു. പിള്ളേരുടെ കാര്യം, വീട്ടിലെ കാര്യം ഓർത്തിട്ട് എനിക്ക് താങ്ങാൻ പറ്റാത്ത വിഷമമായിരുന്നു. ഞാൻ അങ്ങനെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ബസ് സ്റ്റാൻഡ് വരെ ഞാൻ വന്നത്. അന്നെങ്കിലും ഇവിടെ വന്നിറങ്ങി ചൊവ്വാഴ്ചയോടന്ന് ഉപവാസ പ്രാർത്ഥനയോടന്ന് വൈകിട്ട് അച്ഛൻ കുർബാന ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും മാതാവിന് വേണ്ടി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ ചരലിൻ്റെ മണ്ട നിന്ന് മുട്ടുകുത്തി. കാര്യം എൻ്റെ വീട്ടിൻ്റെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം എൻ്റെ 2 കൈയിലൂടെ പ്രാവ് പറക്കുന്ന രൂപത്തിൽ എൻ്റെ കൈ 2 ഇരുന്ന് വിറക്കിയായിരുന്നു. എനിക്ക് അത്ര അനുഭവമാണ് ദൈവം തന്നത്. അതുകൂടാതെ ഇന്നലെ അച്ഛൻ സുഖത്തിൻ്റെ സമയത്ത് വിളിച്ചു പറഞ്ഞ് ഒരു സഹോദരിയുടെ കാലിൻ്റെ പാദത്തിന് ഭയങ്കര വേദന സൗഖ്യപ്പെടുന്നു. അത് എൻ്റെ കാലിലായിരുന്നു. എനിക്ക് ഞാൻ എടുത്ത കാല് ബലം കൊടുത്ത് നടക്കത്തില്ലായിരുന്നു. ഡാൻസ് കളിച്ചപ്പോൾ എൻ്റെ കാലിൽ അങ്ങനെ എനിക്ക് വേദന തോന്നിയതാണ്. അത് കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി.
അപ്പം മനസ്സിൽ ഒരുപാട് സന്തോഷമായി. എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അറ്റം സന്തോഷം. ഞാൻ പറഞ്ഞു കാലിന് വേദന മാറിയെന്ന് പറഞ്ഞു. കഷായമൊക്കെ കുടിച്ചു, ഒരു കുറവുമില്ലായിരുന്നു. ഞാനിവിടെ വന്ന് എനിക്ക് ഈ കൊന്ത പോലും എനിക്കിങ്ങനെ പിടിക്കാൻ വേണ്ട, പേന പോലും ഒന്ന് ശരിക്കും ഒന്നും കൊന്ത ചെല്ലുമ്പോൾ ബഹുമാനം വരുമ്പോൾ കൊന്തയൊന്നും എനിക്ക് പിടിക്കാൻ വേണ്ട, പെട്ടെന്ന് കൈയൊക്കെ മറിക്കുമായിരുന്നു. ഈ ടെസ്റ്റിംഗ് സിസ്റ്റർ രണ്ടാമത്തെ ദിവസം ധ്യാനത്തിൻ്റെ ദിവസം എന്നോട് ചോദിച്ചു എന്താ അസുഖം എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ അസുഖം പറഞ്ഞു. സിസ്റ്റർ തൈലം എൻ്റെ കയ്യിൽ രണ്ടിലും പുരട്ടി എന്നോട് പറഞ്ഞ് ശരിക്കും പുരട്ടാൻ പറഞ്ഞു. ഞാനിത് പുരട്ടി എന്നോട് പറഞ്ഞ് പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച് ഇന്നത്തെ ദിവസം ഈ കൊന്ത ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മാറ്റിയിട്ടില്ല, എനിക്കൊരു മരപ്പുമില്ല. യേശുസ്തുതി. എൻ്റെ പേര് ബിജി, ഞാൻ മാന്നാനത്ത് നിന്ന് വരുന്നു. എനിക്കിവിടെ ധ്യാനത്തിൽ വന്ന അന്ന് മുതൽ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. ക്ലാസ്സിലൊന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ല. സിസ്റ്റേഴ്സിനെ അവിടെ കണ്ടു, അച്ഛൻ്റെ അടുത്ത് പോയി. പക്ഷെ അന്നേരം എല്ലാവരും എന്നോട് പറഞ്ഞു ക്ഷമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിൻ്റെ തലവേദന പോകും. ഞാൻ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് മരുന്ന് ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ടെൻഷൻ കൊണ്ടാണ് എൻ്റെ തലവേദന എന്ന്. ഇന്നലെ ആരാധനയുടെ സമയത്ത് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റി. എൻ്റെ തലവേദന ശരിക്കും മാറിയിട്ട് ഇപ്പം എനിക്ക് തലവേദന ഇല്ല. അവിടെ നിന്ന് ഇടപ്പാളയത്ത് നിന്ന് വരുന്ന ഞാൻ 2 വർഷത്തോളമായി ഒരു വീടിൻ്റെ പണി തുടങ്ങിയിട്ട് പൂർത്തിയാകാതെ വളരെ വിഷമത്തോടിരിക്കുകയാണ്. എപ്പോഴും അസ്വസ്ഥനായിരുന്നു. ഇവിടെ വന്ന് ആരാധനയുടെ സമയത്ത് മുന്നിലാണ് എൻ്റെ അസ്വസ്ഥതയെല്ലാം മാറിപ്പോയി. എനിക്ക് നല്ല സന്തോഷമുണ്ട്. വളരെ ആനന്ദമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച ഇവിടെ ലീവിൽ വന്നു. ഞാൻ ഡോക്ടറെ കാണിച്ചു പറഞ്ഞു ചെവിയുടെ പാടത്തിൽ തുളയെന്ന് പറഞ്ഞു. അപ്പോൾ 6 മാസത്തേക്ക് ഈ ഷവറിൽ കുളിക്കാൻ പറ്റില്ല, അങ്ങനെ കുറേതൊക്കെ പറഞ്ഞു. ഞാൻ 6 മാസത്തേക്ക് മെഡിസിനൊക്കെ തന്നു. ഇന്ന് ചെറിയൊരു കേൾവിക്കുറവുണ്ടായിരുന്നു. ഇന്നലെ ആരാധന സമയത്ത് ചെവി സുഖപ്പെട്ടു. ഈശോ ഭാരപ്പെട്ട ജോലിയാണ്. കസേരയിൽ നിന്ന് ഇരുന്നിട്ട് ഒരു 5 മിനിറ്റ് ഇരുന്നിട്ടൊന്ന് എഴുന്നേക്കണമെങ്കിൽ ആരെങ്കിലും സഹായമാണ്. ജോലിയൊക്കെ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് 4 വർഷമായി യാതൊരു ഇതുമില്ല. വാഹനത്തിലെ യാത്ര ഭയങ്കര പാടാണ്. ഞങ്ങളുടെ വീട് കോതമംഗലത്താണ്. ഭാര്യയുടെ വീട് ഇവിടെ കുറുമനാടൻ ഇടവകയാണ്, ചങ്ങനാശ്ശേരി തന്നെ. അപ്പോൾ കോതമംഗലത്താണ് ഞങ്ങൾ ധ്യാനം കൂടാൻ ഇവിടെ വന്നത്. അപ്പോൾ വരുന്ന വഴി കാറിൽ വരുന്ന വഴി ഒരു വളവ് കഴിഞ്ഞാലോ ഒരു കട്ടറിൽ കഴിഞ്ഞാലോ അരമണിക്കൂറിന് വണ്ടി അടുത്ത് നിർത്തിയിട്ടായിരുന്നു. എന്നിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റുമായിരുന്നല്ലോ. അപ്പോൾ അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ ചൊവ്വാഴ്ചത്തെ ആരാധന രാത്രിയിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുള്ള ആരാധനയിൽ സിസ്റ്റർ ഇവിടെ വിളിച്ച് പറഞ്ഞു നടുവേദനയായിട്ടുള്ള സഹോദരി സത്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്ന കാര്യമായിരിക്കും. കാരണം പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നടുവേദന സഹിച്ചുകൊണ്ട് ഇനിയും അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു ദൈവം അതായിരിക്കണം. അപ്പോൾ ഞാൻ വൈഫിനോട് ചോദിച്ചു. അപ്പോൾ ചൊവ്വാഴ്ച വരെ വൈഫിന് നടുവേദന ഉണ്ട്, സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ട്, എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ട്. അപ്പോൾ ചൊവ്വാഴ്ച മുതൽ പുള്ളിക്കാരത്തേക്ക് ഒരു ചെറിയൊരു റിലീഫ് കണ്ടു തുടങ്ങി. അപ്പോൾ പുള്ളിക്കാരത്തിൽ നിന്ന് ഇരുന്ന് പതുക്കെ ചരിഞ്ഞ് നോക്കി, ഡോക്ടറിന് കുഞ്ഞ് നോക്കി, ഒന്ന് എഴുന്നേറ്റ് നോക്കി, അച്ഛൻ പറഞ്ഞപ്പോൾ തുള്ളി നോക്കി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നലെ കസിൻ സിസ്റ്റർ ഞങ്ങൾക്ക് കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. കൗൺസിലിംഗ് സിസ്റ്റർ ഉറപ്പിച്ച് പറഞ്ഞു അത് നീ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. യേശുവേ സ്തുതി, യേശുവേ